ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ സ്മാർട്ട് സ്വിംഗ് ട്രേഡർ കാണുകയാണ്. ഈ ചാനലിലെ വീഡിയോകൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തും. സ്വിംഗ് ട്രേഡിംഗ് എന്നത് ഓഹരി വിപണിയിലെ ഒരു ഹ്രസ്വകാല നിക്ഷേപ രീതിയാണ്. ഇതിൽ നിങ്ങൾക്ക് കുറച്ചു ദിവസം മുതൽ ആഴ്ചകൾ വരെ ഓഹരികൾ കൈവശം വയ്ക്കാം. സ്വിംഗ് ട്രേഡിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? 1. സാങ്കേതിക വിശകലനം. ചാർട്ട് പാറ്റേണുകൾ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ, മൂവിംഗ് ആവറേജുകൾ, RSI, MACD തുടങ്ങിയ സാങ്കേതിക സൂചകങ്ങൾ ട്രേഡിംഗ് തീരുമാനങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്നു. 2. ഹ്രസ്വകാല ഹോൾഡിംഗ്. നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ സ്റ്റോക്കുകൾ കൈവശം വയ്ക്കാം. 3. മാർക്കറ്റ് ട്രെൻഡുകൾ. അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ്വേസ് മാർക്കറ്റ് തുടങ്ങിയ വിപണിയിലെ ചലനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വാങ്ങലും വിൽക്കലും സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്. 4. റിസ്ക് മാനേജ്മെന്റ്. സ്റ്റോപ്പ് ലോസ് വിലയും ലക്ഷ്യവിലയും നിശ്ചയിച്ചുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം പരിമിതപ്പെടുത്താൻ കഴിയും. 5. അസ്ഥിരത ചൂഷണം. ഹ്രസ്വകാല വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളിൽ, വിലയിലെ ചാഞ്ചാട്ടങ്ങൾ നിന്ന് നിങ്ങൾക്ക് ലാഭം നേടാം. സ്വിംഗ് ട്രേഡിംഗ് ആർക്കാണ് അനുയോജ്യം? ദിവസവും വിപണി നിരീക്ഷിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയാത്തവർക്ക്, ഹ്രസ്വകാല നിക്ഷേപങ്ങളിൽ നല്ല വരുമാനം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക്, ടെക്നിക്കൽ അനാലിസിസ് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക്. സ്വിംഗ് ട്രേഡിംഗ് രീതി ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റോക്കുകൾ, ഓപ്ഷനുകൾ, ഫോറക്സ്, കമ്മോഡിറ്റീസ് തുടങ്ങിയ നിരവധി ഉപകരണങ്ങളിൽ ട്രേഡ് ചെയ്യാൻ കഴിയും. ആനുകൂല്യങ്ങൾ. 10 നുറുങ്ങുകൾ. 1. ഹ്രസ്വകാല സ്റ്റോക്ക് ട്രാക്കിംഗ്. ഇൻട്രാഡേ ട്രേഡിംഗ് പോലെ നിങ്ങൾ നിരന്തരം വിപണി നിരീക്ഷിക്കേണ്ടതില്ല. 2. സാങ്കേതികവും അടിസ്ഥാനപരവുമായ വിശകലനത്തിന്റെ ഉപയോഗം. ഓഹരികളുടെ ഗുണനിലവാരവും വില ചലനങ്ങളും വിലയിരുത്തുന്നതിന് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്നു. 3. റിസ്ക് ടു റിവാർഡ് അനുപാതം മികച്ചതായിരിക്കും. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ആൻഡ് ടാർഗറ്റ് വിലകൾ നിശ്ചയിച്ചാൽ നല്ല റിസ്ക് റിവാർഡോടെ നിങ്ങൾക്ക് ലാഭം നേടാൻ കഴിയും. 4. വിപണിയുടെ ദിശ പരിഗണിക്കാതെ തന്നെ അവസരം. ബുള്ളിഷ് ആൻഡ് ബെയറിഷ് ട്രേഡ് ചെയ്യാനുള്ള അവസരങ്ങൾ. 5. ധാരാളം ലിവറേജ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇൻട്രാഡേയിലെ പോലെ ലിവറേജ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വ്യാപാരം നടത്താൻ കഴിയും. ഇത് മൂലധന സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. 6. സമയവഴക്കം. മുഴുവൻ സമയ ജോലി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സ്വതന്ത്രമായി വ്യാപാരം നടത്താം. 7. ഇൻട്രാഡേയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ സമ്മർദ്ദം. ഇൻട്രാഡേ ട്രേഡിംഗിലെന്ന പോലെ ഉടനടി തീരുമാനങ്ങൾ എടുക്കുന്നതിന് സമ്മർദ്ദമില്ല. 8. കോമ്പൗണ്ടിംഗ് ആനുകൂല്യം. ചെറിയ ഏറ്റക്കുറച്ചിലുകളിൽ നിന്ന് തുടർച്ചയായി ലാഭം കൂട്ടിച്ചേർത്ത് വലിയ ലാഭം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയും. 9. വ്യത്യസ്ത വിപണികളിൽ പ്രവർത്തിക്കുന്നു. സ്റ്റോക്കുകൾ, ക്രിപ്റ്റോ, ഫോറക്സ്, കമ്മോഡിറ്റീസ് എന്നിവയിൽ ഉപയോഗിക്കാം. 10. വൈവിധ്യവൽക്കരണം. നിങ്ങൾക്ക് ഒരേ സമയം ഒന്നിലധികം ഓഹരികളിൽ സ്ഥാനങ്ങൾ എടുത്ത് ലാഭം നേടാം. സ്വിംഗ് ട്രേഡിംഗ്. ദോഷങ്ങൾ. 10 നുറുങ്ങുകൾ. 1. രാത്രിയിലെ അപകടസാധ്യത. വിപണിയിലെ വിടവുകൾ, ഇടിവുകൾ എന്നിവ കാരണം അപ്രതീക്ഷിത നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 2. ബ്രോക്കറേജ് ആൻഡ് ഇടപാട് ഫീസ് വർദ്ധിച്ചേക്കാം. ഇടയ്ക്കിടെയുള്ള വ്യാപാരം കാരണം നിരക്കുകൾ വർദ്ധിച്ചേക്കാം. 3. വൈകാരിക അച്ചടക്കം ആവശ്യമാണ്. ഭയവും അത്യാഗ്രഹവും കാരണം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത. 4. അപ്രതീക്ഷിത വിപണിയിലെ ചാഞ്ചാട്ടം. ചിലപ്പോൾ സാങ്കേതിക തലങ്ങൾ പ്രവർത്തിക്കാതെ വരികയും അപ്രതീക്ഷിത വിപണി നീക്കങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അതിനാൽ അപ്രതീക്ഷിത നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 5. ഹ്രസ്വകാല നികുതി. ഇന്ത്യയിൽ ഒരു വർഷത്തിനുള്ളിൽ വിൽക്കുന്ന ഓഹരികൾക്ക് ഹ്രസ്വകാല മൂലധന നേട്ട നികുതി STCG നൽകേണ്ടതാണ്. 6. ശക്തമായ വിശകലന പരിജ്ഞാനം ആവശ്യമാണ്. ചാർട്ട് റീഡിംഗ്, സൂചകങ്ങൾ, വിപണി വികാരം എന്നിവ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ലാഭം കാണാൻ കഴിയൂ. 7. സ്ലിപ്പേജ് റിസ്ക്. വിലയിലെ പെട്ടെന്നുള്ള ചലനങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിലയ്ക്ക് വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല. 8. നഷ്ടങ്ങൾ കുമിഞ്ഞുകൂടാം. ചില തുടർച്ചയായ നഷ്ടവ്യാപാരങ്ങൾ മൂലധനത്തെ ഗണ്യമായി കുറയ്ക്കും. 9. വരുമാനവും വാർത്താ സ്വാധീനവും. കമ്പനി വരുമാനവും ബ്രേക്കിംഗ് ന്യൂസും സ്റ്റോക്ക് ചലനങ്ങളെ വേഗത്തിൽ മാറ്റും. 10. പാറ്റേൺ പരാജയ സാധ്യത. ചില സാങ്കേതിക പാറ്റേണുകൾ പ്രവർത്തിക്കില്ലായിരിക്കാം, വിപണി തെറ്റായി നീങ്ങിയേക്കാം. അതിനാൽ അപ്രതീക്ഷിത നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തീരുമാനം. ശരിയായ തന്ത്രം ഉപയോഗിച്ച് ചെയ്താൽ സ്വിംഗ് ട്രേഡിംഗ് നല്ല ലാഭം നേടാൻ സഹായിക്കും. എന്നിരുന്നാലും ശക്തമായ വിശകലനം, അച്ചടക്കം, റിസ്ക് മാനേജ്മെന്റ് എന്നിവയില്ലെങ്കിൽ നഷ്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാൻ മടിക്കേണ്ട. അതിനുള്ള വിശദീകരണം ഞാൻ നിങ്ങൾക്ക് നൽകും. ഈ വീഡിയോയിലോ മുൻകാല അഭിപ്രായങ്ങളിലോ പരാമർശിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും സ്വിംഗ് ട്രേഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ ബാനറിൽ ലഭ്യമാണ്. ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതും വ്യാപാരം നടത്തുന്നതും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. ഞങ്ങൾ സെബി രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ നാസ്ഡാക്ക് രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ അല്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ബന്ധപ്പെടുക.
നിങ്ങളുടെ ലാഭത്തിനോ നഷ്ടത്തിനോ സ്വിംഗ് ട്രേഡർ ഉത്തരവാദിയല്ല. ഈ ഉള്ളടക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ഓഹരി വിപണിയെക്കുറിച്ചുള്ള അറിവും അവബോധവുമാണ്. അതിനാൽ ഞങ്ങൾ ഉത്തരവാദികളല്ലെന്നും നിയമപരമായ നടപടികൾക്ക് ബാധ്യസ്ഥരല്ലെന്നും നിങ്ങൾ സമ്മതിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.